മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേശവിദേശ യാത്രകളിലായിരുന്നതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ആദ്യത്തെ യാത്ര അബുദാബിയിലേക്കായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്ന് അന്ന് തന്നെ വിശാഖപട്ടണത്തേക്ക് പോകേണ്ടി വന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ധാരാളം മെസ്സേജസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിലൂടെ കടന്നു പോകാൻ പ്രേക്ഷകർക്ക് ഒരവസരം, നേരത്തെ കടന്നു പോയിട്ടുള്ളത് കേട്ടിട്ടുള്ളത് ഒന്നുകൂടി കേൾക്കാനുള്ള അവസരം, അതുകൂടാതെ പല വീഡിയോകളും പബ്ലിക് സ്പീച്ചുകൾ പലരും ചെറിയ ചെറിയ ബിറ്റുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേറെ പലരും അതിനെ AMR ഫോർമാറ്റിൽ ഓഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൂടെയും മറ്റും അയക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കേൾക്കാനുള്ള ഒരു അവസരം ഈ ഗ്യാപ്പ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. ഇതൊന്നും കൂടാതെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, കേട്ടാൽ മാത്രം പോരാ, ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ ലിസണിങ് ലെവലിലേക്ക് വന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേട്ടതിൻ്റെ എല്ലാം ഇഫക്റ്റീവ്നെസ് നമുക്കറിയാൻ സാധിക്കുക. കേട്ടതിൻ്റെ ഇഫക്റ്റീവ്നെസ് അറിയണമെങ്കിൽ ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ എതിർക്കുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യുമ്പോൾ അതിനെല്ലാം മറുപടി കൊടുക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേട്ടതിൻ്റെ എല്ലാം പ്രയോജനം ഉണ്ടാവുന്നത്. അതിനുള്ള അവസരവും കൂടിയാണ് ഈ ഗ്യാപ്പുകൾ. പഴയ ധാരാളം കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കേൾക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും എല്ലാം സാധിക്കും. സാധാരണ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് പ്രഥമ, ചതുർദശി, വാവ് ഈ 3 ദിവസവും വിദ്യാർത്ഥി വേദം വായിക്കേണ്ട എന്ന് പറയും, അല്ലെങ്കിൽ പഠിക്കേണ്ട എന്ന് പറയാറുണ്ട്. ആ 3 ദിവസവും വേദം പഠിക്കാതിരിക്കാനുള്ള ദിവസങ്ങളല്ല, മറിച്ച് ബാക്കി ദിവസങ്ങളിൽ പഠിച്ചത് 3 ദിവസം ഒന്ന് മഥനം ചെയ്യാനും നമ്മുടെ മനസ്സുകൊണ്ട് അത് അഗാധ തലത്തിലേക്ക് എത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്, സാധന ചെയ്യാനുള്ള ദിവസങ്ങളാണ്. അപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ദിവസങ്ങളിലെ ഗ്യാപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. തിരുവനന്തപുരത്തില്ലാതെ ദീർഘയാത്ര വരുമ്പോൾ അവിടെ അത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവാതെ വരുമ്പോഴാണ് പലപ്പോഴും മിസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മിസ്സിംഗ് ആണ്. 14-ാം തീയതി ദുബായിലേക്ക് പോയിരുന്നു. അബുദാബിയിലായിരുന്നു UAE-യിലെ പ്രധാന പ്രോഗ്രാം. ഭാരതീയ വിദ്യാഭവന്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് വളരെ വളരെ സംതൃപ്തി തോന്നുന്ന ഒരു പരിപാടിയായിരുന്നു. യഥാർത്ഥത്തിൽ ധാരാളം പേർക്ക് നമ്മളെ അറിയാവുന്ന ലെവല് ഈ യൂട്യൂബിലൂടെയും അല്ലാതെയും എല്ലാം അപ്ലോഡ് ചെയ്യുന്ന തേഴ്സ്ഡേ മെസ്സേജിലൂടെയൊക്കെ ലഭിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അവർ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു അവരുടെ എല്ലാവരുടെയും പെരുമാറ്റം. വളരെ ധന്യമായ അനുഭവങ്ങളുടെ പരമ്പരയായിരുന്നു അവിടെ. ആദ്യത്തെ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. വളരെ ധന്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടു കൂടിയായിരുന്നത്. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ടെൻഷൻ വിദ്യാർത്ഥികൾക്ക് അവിടെ ഉള്ളതായിട്ട് കണ്ടു. പ്രത്യേകിച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട്
ഭാരതീയ വിദ്യാഭവന്റെ ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള സ്കൂളില്, ഇന്റർനാഷണൽ സ്കൂളില് അതിന്റെ ചെയർമാൻ ശ്രീ രാമചന്ദ്ര മേനോനും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവരും ചേർന്ന് നടത്തുന്ന സീരീസ് ഓഫ് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ ഒരു സ്കൂളിലായിരുന്നു അബുദാബിയില് ക്ലാസ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ് CBSE സിലബസിലുള്ള 10th +2 ലെവലിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട രീതിയെക്കുറിച്ചായിരുന്നു ക്ലാസ് എടുത്തത്. ഏതായാലും ആ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തതിനെ കുറിച്ച് വേറെ വിവരിക്കാം. അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഒന്ന്, പരീക്ഷയെ മാത്രം അഭിമുഖീകരിക്കാനോ ഇന്റർവ്യൂവിനെ മാത്രം അഭിമുഖീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിയിലെ പുതിയ പ്രോജക്റ്റുകൾ എടുക്കുമ്പോഴത്തേക്കും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ അഭിമുഖീകരിക്കാനോ, ജീവിതത്തിൽ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമോ രോഗമോ മരണമോ ഉണ്ടാകുമ്പോൾ അത് അഭിമുഖീകരിക്കാനോ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് മാത്രം ലഭിച്ചാൽ പോരാ. നമുക്ക് ജീവിതത്തില് ക്രൈസിസുകൾ വരും, അതെല്ലാവർക്കും ഉണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലിയവനും ഏറ്റവും ചെറിയവനും ക്രൈസിസുകളുണ്ട്. സംഘർഷപൂരിതമായ നിമിഷങ്ങളോ മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ വരെയുണ്ട്. അതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രമല്ല. ഭരണാധികാരികൾക്കുമുണ്ട്, ജഡ്ജിമാർക്കുമുണ്ട്, അഡ്വക്കേറ്റുമാർക്കുമുണ്ട്, അധ്യാപകർക്കുമുണ്ട്, വീട്ടമ്മയ്ക്കുമുണ്ട്, മകനുമുണ്ട്, മകൾക്കുമുണ്ട്, IT ഫീൽഡിലുള്ളവർക്കുമുണ്ട്, വലിയ കമ്പനികൾ നടത്തുന്ന മുകേഷ് അംബാനിക്കുമുണ്ട്, അനിൽ അംബാനിക്കുമുണ്ട്, ടാറ്റയ്ക്കുമുണ്ട്, റിലയൻസ്, എല്ലാവർക്കും ഉണ്ട്. അത് ഒരു സയന്റിസ്റ്റ് ആണെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പട്ടാളക്കാരനുമുണ്ട്, പോലീസുകാരനുമുണ്ട്, മന്ത്രിക്കുമുണ്ട്. അങ്ങനെ ജീവിതത്തെ വളരെ ശക്തമായ മനസ്സോടുകൂടി ഇടയ്ക്ക് പതറുമെങ്കിലും ഭയപ്പെടുമെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമെങ്കിലും അങ്ങനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമുക്ക് എന്നും കൊടുക്കേണ്ടത് എന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നതിനെ കുറിച്ചും വിവരിക്കേണ്ടായി. അബുദാബിയിലെ ആ വിദ്യാർത്ഥികളുടെ ഇരിപ്പ് വളരെ ആവേശകരമായിട്ട് തോന്നി. പിന്നെ എനിക്ക് അവിടെ മാത്രമല്ല എല്ലായിടത്തും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ട്രെയിനിങ് കൊടുക്കേണ്ടതും ക്ലാസുകൾ എടുക്കേണ്ടതും വിദ്യാർത്ഥികൾക്കല്ല. ഇനി അഥവാ വിദ്യാർത്ഥികൾക്ക് 33% ഇതുമാതിരി കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അത്ര തന്നെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് അറിവ് അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കൾക്കും കൊടുക്കണം. 1:1:1 എന്ന രീതിയിൽ 1 മണിക്കൂർ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ പാരന്റ്സിനും കൊടുക്കണം, 1 മണിക്കൂർ അധ്യാപകർക്കും കൊടുത്താലേ ഒരു സ്കൂളിൽ ടെൻഷൻ ഇല്ലാത്ത വിധത്തിൽ വിദ്യാർത്ഥികൾക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ, പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ, സംഘർഷപൂരിതമായ അവസ്ഥകൾ അഭിമുഖീകരിക്കാൻ സാധിക്കുള്ളൂ. വൈകുന്നേരം എൻ്റെ ക്ലാസ് പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഇത് വളരെ അഭിമാനത്തോടുകൂടി അവര് അത് കേൾക്കുകയും വന്ന് കണ്ട് നമസ്കരിച്ച് ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളോട് എങ്ങനെയാണ്, മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലായത് എന്ന് പറയുകയും ഏതാണ്ട് ഒരു 1.5-1.25 മണിക്കൂർ സമയം അവർ തന്നെ പറഞ്ഞു, ഒരു അരമണിക്കൂർ ആയതായിട്ട് പോലും തോന്നിയില്ല. എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, മറ്റ് അഫ്ഗാനിസ്ഥാനിലുള്ളവരുണ്ടായിരുന്നു. ഇംഗ്ലീഷിലായതുകൊണ്ട് അവർക്ക് ആർക്കും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു. മലയാളികളായിരുന്നു 80%. എല്ലാ മതത്തിലും ക്രിസ്ത്യൻസിനും മുസ്ലിംസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ മാതാപിതാക്കളുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെയും ഫണ്ടമെന്റൽ പ്രോബ്ലം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് വൈകുന്നേരത്തെ ലെക്ചർ കഴിഞ്ഞപ്പോഴത്തേക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ഫണ്ടമെന്റൽ പ്രോബ്ലം എല്ലാവരുടെയും ഒന്ന് തന്നെയാണ്. അത് മതമോ രാജ്യമോ പ്രായമോ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ ഒന്നും കൊണ്ട് അതിൽ മാറ്റം വരുന്നില്ല. മാറ്റം വരുന്നത് ഇത് കേട്ട് ഉൾക്കൊണ്ട് ഇത് ജീവിത സത്യമാണ് എന്നറിയാനുള്ള മനസ്സുണ്ടാവുകയും തുറന്ന മനസ്സോടുകൂടി കേൾക്കുകയും കാണുകയും ചെയ്ത് അതിൽ നിന്ന് തുറന്ന മനസ്സോടുകൂടി എടുക്കുകയും ചെയ്താൽ
അവനവനും അവനവന്റെ കുടുംബത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് മക്കൾക്കുമാണത് പ്രയോജനമെന്ന് അറിയുമ്പോൾ അവിടെയാണ് ശരിക്ക് മറ്റു എന്തിനേക്കാളും ഉപരി പ്രയോജനപ്പെടുന്ന ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നത്. അതവിടെ കണ്ടു. അതിനുശേഷം അടുത്ത ദിവസം NSSന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രി പിറ്റേ ദിവസം ഇവിടെ എത്തി. അന്നത്തേതിന്റെ പിറ്റേ ദിവസം ഇവിടെ എത്തി. വിശാഖപട്ടണത്തുള്ള യാത്രയായിരുന്നു. ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള യാത്ര. ചെറിയൊരു ഗ്രൂപ്പാണെങ്കിലും അസാധാരണമാം വിധത്തിൽ മതപരിവർത്തനം നടക്കുന്ന വിശാഖപട്ടണം പ്രദേശത്ത് ഹൈന്ദവ ജനതയ്ക്ക് ഒരുമിച്ച് ചേരണമെന്നൊരു തോന്നല് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഗാധമായിട്ട് നമ്മുടെ പൈതൃക കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇതിലെ ഓരോ സ്ഥലത്തും എടുത്ത ക്ലാസ്സുകൾ വളരെ വ്യത്യസ്തങ്ങളായിരുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാം അബ്സ്ട്രാക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി. എല്ലാവരുടെയും പ്രത്യേകിച്ച് പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്ക് എന്താണ്, പാവങ്ങളെ എങ്ങനെ സഹായിക്കുന്നു, ക്യാൻസർ രോഗികളെ എങ്ങനെ സഹായിക്കുന്നു, അതേപോലെ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRS, അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്. യഥാർത്ഥത്തിൽ ഇതൊരു പ്രൈം മിനിസ്റ്ററുടെ പ്രോജക്റ്റ് കൂടിയാണ്. ശരിക്ക് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ് ബോംബെയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സമയത്ത് ധാരാളം കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെ സയന്റിഫിക് ഹെറിറ്റേജും ടെക്നോളജിക്കൽ ഹെറിറ്റേജും മാത്രം പഠിച്ചാൽ പോരാ, കൾച്ചറിലുള്ള സയൻസ് അതുകൂടി പഠിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എക്സാമ്പിളും പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതിനൊരു പുതിയ വിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൾച്ചറിലുള്ള സയൻസും ടെക്നോളജിയും പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ റിസർച്ച് നടത്താനായിട്ട്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് വർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അത് ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 40-45 ദിവസമായി. 100 ദിവസത്തിനകം അതിൻ്റെ റിസൾട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അവിടെയൊക്കെ വിവരിക്കുകയുണ്ടായി. അക്കാഡമി ഫോർ ഹെറിറ്റേജ് സയൻസ് ആൻഡ് ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സയൻസിന്റെ വിങ്ങില് 10-25 ബ്രോഷറുകൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട്. A4 സൈസിലെ ബ്രോഷറുകൾ. അത് PDF ഫോർമാറ്റ് ആയിട്ടും അല്ലാതെയും നമ്മൾ സിലബസിന്റെ രൂപത്തിൽ ചെറിയ ഡിസ്ക്രിപ്ഷനോട് കൂടി നമ്മുടെ പൈതൃകത്തിലുള്ള എല്ലാ സയന്റിഫിക് ലോജിക്കൽ റാഷണൽ അപ്രോച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ സൗകര്യത്തിന് ഇമെയിൽ അയച്ചു തരുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറേ പേര് ഇമെയിൽ തരുന്നു എല്ലാ സ്ഥലത്തും. അവർക്കെല്ലാം അത് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ധന്യമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ഈ യാത്രയിലുണ്ടായത്. അത് ഞാൻ നിങ്ങളോട് പറയാനുണ്ടായ കാരണം നമ്മളുടെ നാടിൻ്റെ പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന വേളയിൽ ജാതിയോ മതമോ ഇസമോ വർഗമോ വർണ്ണമോ ഭാഷയോ രാജ്യത്തിൻ്റെ അതിർത്തികളോ തൊലിയുടെ നിറമോ ഇതൊന്നും ബാധകമാകാതെ ലോക ജനത, പ്രത്യേകിച്ച് ഭാരത ജനത, അതിലും പ്രത്യേകിച്ച് കേരള ജനത രണ്ട് കയ്യും നീട്ടി അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ച അഭൂതപൂർവമായിരുന്നു എന്ന് മാത്രമല്ല, സ്നേഹ ബഹുമാനാദികളോടുകൂടി. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമ്മളുടെ നാട്ടിലെ ധന്യരായിട്ടുള്ള വ്യക്തികൾ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സ്വീകരണത്തിൽ അവരെങ്ങനെ നിൽക്കുന്നു. യേശുദാസിനെ പോലെയുള്ളവരെയൊക്കെ സ്വീകരണം ലഭിച്ച് യേശുദാസിന്റെ അടുത്ത് വന്ന് കാല് തൊടുമ്പോൾ ആ തൊടുന്ന വ്യക്തികളുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി എന്താണ് എന്ന് അതിൻ്റെ 10 കോടിയിലൊരംശം പോലും അടുത്ത് നിൽക്കാൻ യോഗ്യതയില്ല എങ്കിലും നമുക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് വന്ന് കാല് തൊട്ട് തൊഴുത് നമസ്കരിക്കാൻ പോലും പറ്റിയെങ്കിൽ അത് ചെയ്ത് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, വേറൊന്നിനും വേണ്ടിയല്ല, ഒരു സിനിമാ നടനല്ല, പൊളിറ്റിക്കൽ ലീഡർ അല്ല, മുഖ്യമന്ത്രി അല്ല, പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയല്ല. അങ്ങനെ അല്ലാത്ത വ്യക്തികൾ പോലും ആരാണോ ജനങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും മാറ്റമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത്, വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അവരോട് ജനത കാണിക്കുന്ന, ഭാരത ജനത, കേരള ജനത കാണിക്കുന്ന സംതൃപ്തമായിട്ടുള്ള അപ്രോച്ച്, അത് രക്തത്തിനകത്ത് കുളിർമ പകർന്നുകൊണ്ട് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചത് നിങ്ങളെല്ലാവരും പോലെയുള്ളവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇത് കേൾക്കുന്ന കുറേ പേര് ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ സൈലന്റ് ആയിട്ടും വയലന്റ് ആയിട്ടും, ഞാൻ വയലന്റ് എന്ന് ഉദ്ദേശിച്ചത്
വളരെ വിപ്ലവാത്മകമായ രീതിയിൽ എന്ന അർത്ഥത്തിലാണ്. ഇത് പഠിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും ചില സ്ഥലങ്ങളിലെല്ലാം പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പാലക്കാട് പ്രഭാഷണം നടത്തുന്ന വേളയിൽ അവിടെ തടിച്ചുകൂടിയ ആൾക്കാരുടെ എണ്ണത്തിനൊരു കണക്കുണ്ടായിരുന്നില്ല. അത്രയും അധികം ആൾക്കാർ, വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല. എന്നിട്ടും എത്രയധികം ആൾക്കാരാ 4ഉം 5ഉം പ്രാവശ്യം കസേര കൊണ്ടുവന്നിട്ട് ഈ വന്ന വ്യക്തികൾക്ക് ഇരിക്കാൻ സൗകര്യം കൊടുക്കേണ്ടി വന്നു. 5 പ്രഭാഷണ വേദികളിലും പാലക്കാട്. ഏതായാലും അബുദാബിയിൽ അവരുടേതായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടും ആ സ്കൂളിലെ പാരൻസിനും ടീച്ചേഴ്സിനും ആയതുകൊണ്ടും വലിയൊരു ഹാളിൽ നിറച്ച 1200 പേര് പങ്കെടുത്ത പരിപാടിയായിരുന്നു. പിന്നെ ആ ഹാളിന്റെ 3/4 ഭാഗം നിറഞ്ഞിരിക്കുന്ന NSSന്റെ പരിപാടിയും പിന്നെ ആനുവൽ ഇതിന്റെ പരിപാടികളും എല്ലാം കൂടി ജനത 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഭാരതീയ പൈതൃകം ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ 21ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന് എവിടെയെല്ലാം യാത്രയ്ക്ക് പോകുമ്പോഴും അവിടെയെല്ലാം അറിയാൻ സാധിക്കുന്നു എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.